വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അടങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ തല്ലി ലിയാനൊക്കെ ആയിട്ട് ഇവിടെ ജയലക്ഷ്മിയിൽ വീണ്ടും വന്നേക്കാണ്. അശ്വിൻ്റെ അച്ഛൻ്റെ ക്ലോത്ത്സ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ജയലക്ഷ്മിക്കകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സൈഡ് എൻട്രി കൂടെയൊക്കെ ഇന്ന് വന്നത്, മെയിൻ എൻട്രി കൂടെ അല്ല കേട്ടോ. അശ്വിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നോന്ന് അറിയില്ല, ഇനിയിപ്പോൾ തപ്പണം. ബാ, ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അശ്വിൻ്റെ അച്ഛനും അമ്മയും. അത് നമ്മൾ കുർത്ത എടുക്കാനായിട്ട് പോവുകയാണ്. ലിയാനിരിക്കാൻ സീറ്റ് കിട്ടി. അങ്കിൾ സൈസ് എത്ര? ഇത് ഭയങ്കര ലൈറ്റ് ആയി പോയില്ലേ? ഭയങ്കര വൈറ്റ് അടിക്കുന്നത്. ഇതാണ് കുറച്ചുകൂടെ ബ്രൈറ്റർ കളർ. Do you want a kurta? അശ്വിൻ്റെ അച്ഛൻ്റെ വെഡിങ്ങിനായിട്ട് ഈ ഒരു ലുക്കാണ് നമ്മൾ നോക്കുന്നത്. നല്ല കളർ, നല്ല കളർ അല്ലേ? ഇനി ഇങ്ങനെ ഒരു ഷോട്ട് കിട്ടില്ല ജീവിതത്തിൽ. ചിരിച്ച ഭയങ്കര ഇനി വിടില്ല എന്നൊക്കെ. ഭയങ്കര അശ്വിൻ പിള്ളേരെ എടുത്ത് ആരും നല്ലതൊരു കൊച്ചിനെ എടുത്ത് ഞാൻ കണ്ടിട്ട് പോലും ഫസ്റ്റ് ടൈം. ബ്ലാക്ക് ഷർട്ട് പോലെ എന്തെങ്കിലും അത് ചുറ്റിട്ട് നോക്കിയാൽ അതിൻ്റെ ലിസ്റ്റ് അറിയാൻ പറ്റത്തില്ല. അപ്പുറത്തോട് കയറ്റിക്കും. അപ്പോൾ ഞാൻ ലിസ്റ്റ് കണ്ടത് നല്ലതല്ലേ? നല്ല സ്മാർട്ട് ആയിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അകത്ത് എന്തെങ്കിലും വൈറ്റ് ഇട്ട് നോക്കാം. സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഡാൻസ് പ്രാക്ടീസിന് പോകണം. പ്രാക്ടീസിന് ഇതേ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇല്ല, ഇനിയും കുറേ പേര് വരാനുണ്ട്. ആ Okay. Are you safe? Done. Bye.
എന്നെ വേണ്ട, തീർന്നു. ഇപ്പൊ അശ്വിനായിട്ട് മുമ്പ് ഭയങ്കര സെറ്റായി. അതുകൊണ്ട് ഇപ്പൊ അശ്വിൻ എടുത്താലും കുഴപ്പമില്ല. ആദ്യം അശ്വിന്റെ കയ്യിലോട്ട് പോകത്തില്ലായിരുന്നു. ഇപ്പൊ ആരെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്നായി. എന്നെ ആരെങ്കിലും ഒന്ന് എടുക്കുന്നൊക്കെ. ഞാൻ ബാഗും കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയി എയർപോർട്ടിൽ. സത്യം. ലിയാൻ ഇവിടെ അവന് മീൻ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. അവന് ഇഷ്ടമില്ലാത്ത സാധനം അവൻ കൊച്ചിനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. അവനെ തന്നെ പറഞ്ഞു വിട്ടു. ഫിഷ് ഡീറ്റെയിൽസ് പറഞ്ഞു വിടുന്നു.